ഹായ് സുഹൃത്തുക്കളെ, അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് എളൂർക്കവല പുളിയനം റോട്ടിൽ ഗ്യാസ് ഗോഡൗണിൻ്റെ പുറകിലാണ്. ഇവിടെ ഒരു മഴ പെയ്താൽ ഇവിടെ ഒരു 5-6 വീട്ടുകാർക്ക് വീട്ടിൽ കയറി കിടന്നുറങ്ങാൻ പറ്റില്ല. മഴ പെയ്ത പേടി സ്വപ്നമാണ്. ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടാണ്. ഇത് നോക്കിയേ, ഞാൻ നിൽക്കുന്നത് കണ്ടതേ മുട്ടുകാല് വെള്ളത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. മുട്ടുകാല് വെള്ളത്തിൽ. ഇത് നോക്കി ഇവരുടെ അവസ്ഥ നോക്കി. ഈ വീട്ടിലേക്ക് പോണ അവസ്ഥയാണിത്. എന്താ വെള്ളം കണ്ട? ഈ വീടിൻ്റെ അടുക്കള വരെ വെള്ളം. ഈ വീടിൻ്റെ അടുക്കള വരെ വെള്ളം. ഈ സൈഡ് മൊത്തം വെള്ളം. ഈ സൈഡ് മൊത്തം വെള്ളം. എല്ലാ സൈഡും വെള്ളമാണ്. ഇവിടെ ഒരു കുഞ്ഞു കൊച്ച്, ഒരു വയസ്സായ ഒരു കുഞ്ഞു കൊച്ച് ജീവിക്കുന്ന സ്ഥലമാണ്. ഇവരെവിടേക്ക് എടുത്തുകൊണ്ട് ഓടും? ഈ ഒരു പെരേന്ന് എടുത്തുകൊണ്ട് ഓടും. ഇവിടെ ഒരു മഴ പെയ്ത അപ്പം വെള്ളമാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ റോഡിലെ കാനകളും ശരിയാക്കിയിട്ടില്ല. മറ്റുള്ള പറമ്പുകളിലൊക്കെ വെള്ളം വന്ന് കെട്ടിയെടുക്കുന്നത് ഈ 2-3 വളപ്പിലാണ്. ഈ വളപ്പിൽ നിന്ന് വെള്ളം പോകാനുള്ള ഒരു മാർഗം പഞ്ചായത്തോ അധികൃതരോ ആരാന്ന് ചോദിച്ചാൽ ഇവർക്ക് നീന്തി കിടക്കാത്ത രീതിയിൽ ഇവർക്കൊന്ന് പുറത്ത് കിടക്കണം. അതിനുവേണ്ടി ഈ പെരയൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ വെള്ളം വറ്റിയാലേ നിൽക്കുള്ളൂ. ഇതിൻ്റെ അടിത്തറയൊക്കെ എന്തോരം പൊളിഞ്ഞു പോകുന്നുള്ളൊന്നും അറിയാൻ പറ്റില്ല. ഈ കിണറിൽ, ഇവിടെ ഒരു കിണറിൽ, ആ കിണറിലെ വെള്ളമാണ് ഇവർ കുടിക്കുന്നത്. ഈ അണ്ടവെള്ളം കിടന്നിട്ടാണ് അവിടെ കുടിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികൃതർ ഇവർക്ക് നടത്തി കൊടുക്കണമെന്ന്. കറുകുറ്റി പഞ്ചായത്തിലെ 16-ാം വാർഡിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം പോലും ഇല്ല. ചീത്ത വെള്ളത്തിലാണ് ഞങ്ങൾ കുടിക്കണതും. കിടക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞു കൊച്ചുണ്ട്, വയസ്സായ ആൾക്കാരുകളുണ്ട്. ഈ 2-3 വീട്ടുകളിൽ മുഴുവനും വെള്ളമാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരവും കാര്യങ്ങളും ഗവൺമെൻറ് ഇടപെട്ട് ചെയ്ത് ശരിയാക്കി തരണം. ആ ചേച്ചി പറഞ്ഞ ആ ചേച്ചിയുടെ വീട്ടിലെ അവസ്ഥയാണ്. ഇതൊരു വേറൊരു വീടാണ്. ഇവർ ഇവിടെ നിന്ന് മാറി താമസിക്കാന്ന് പറഞ്ഞാൽ വെള്ളം വന്നതിന് ശേഷം ഇവർ മാറി അവരുടെ മകളുടെ വീട്ടിലേക്ക് മാറിയേക്കാണ്. അപ്പോൾ ഇതാണ് വഴി. അതായത് NH നിന്ന് പോരുമ്പോൾ ഓവർബ്രിഡ്ജിന് സൈഡിൽ കൂടെ ഇവരുടെ വീട്ടിലേക്ക് 8 വീട്ടുകാർ അവകാശമുള്ള വഴിയിലേക്കുള്ള വെള്ളമാണ് കാണുന്നത്. ഇവിടെ ആണെങ്കിൽ ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയിലാണെങ്കിൽ മുട്ടുകാലിൽ മേലെ വെള്ളമുണ്ട്. ഇവർ എനിക്ക് വരും ഇപ്പോൾ ഒരു 8 മണിക്കൂറായിട്ട് മഴ പെയ്യാത്ത അവസ്ഥയിലാണ്. ഈ 8 മണിക്കൂറിൽ ഇവർ എണീറ്റ് വരുമ്പോൾ കട്ടിൽമേന്ന് എണീറ്റ് താഴെ ചവിട്ടുമ്പോൾ വെള്ളത്തിലാണ്. ആ വെള്ളത്തിലാണ് ഇവരുടെ പെരയ്ക്ക് ചുറ്റും എന്താ പറയുക, ഇവിടെ ഒരു കുഞ്ഞു കൊച്ചുണ്ട്, അമ്മമാരുണ്ട്, പ്രായമായവരുണ്ട്. ഇതൊന്നും കണക്കിൽ വയ്ക്കാതെ അവരവിടെ ജീവിക്കുകയാണ്. അവർക്കും ജീവിക്കേണ്ട. ഇവർ ഇത് എടുത്തുകൊണ്ട് എവിടേക്ക് ഓടിപ്പോകും? ഈ മുറ്റത്തെ വെള്ളം സഹിക്കാൻ പറ്റാതെ അടുക്കളകളിൽ മുറികളിലും ഒക്കെ വെള്ളമാണ്. കണ്ടത് നോക്കി തേവണ തേവി പറ്റിക്കുകയാണ് അവർ. തേവി പുറത്തേക്ക് കളഞ്ഞാലും ആ വെള്ളം തേറ്റി വരാണ്. അവിടെ ഉറവുവെള്ളം വരുന്നു. ആ മറ്റുള്ള വളപ്പിൽ നിന്ന് ഇവിടുത്തെ വെള്ളം കുറയുന്നതിനനുസരിച്ച് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഇതൊരു അടുക്കളയാണ്. ഇവരെങ്ങനെ ഇവിടെ ഈ കുഞ്ഞു കൊച്ചിന് പാചകം ചെയ്ത് കൊടുക്കും? ഇതാണ് മെയിൻ റോഡ്. അത് എളൂർക്കവലയിൽ നിന്ന് ഗ്യാസ് ഗോഡൗണിലേക്ക് പോണ വഴിയാണ്. ഗ്യാസിൻ്റെ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇവിടെ സ്ലാബ് കൊടുക്കുന്നതുകൊണ്ടാണ് ആ വണ്ടി അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ഇടയ്ക്കുള്ളൊരു സ്ലാബ് എടുത്ത് പൊക്കി ചെടി മാറ്റാമെന്ന് വെച്ചപ്പോൾ അവിടെ വെച്ച് വാർത്തിരിക്കുന്നതാണ്. ഈ മണ്ണ് മാറിയാൽ തന്നെ അവിടുത്തെ പകുതി വെള്ളത്തിന് പരിഹാരമാവും. അത് 2018 ഇവിടെ വെള്ളം കയറിയിട്ടില്ല. ഈ 2019 വെള്ളം കയറിയിട്ടില്ല. ഇപ്പോഴാണ് ഇവിടെ വെള്ളം കയറുന്നത്. അപ്പോൾ അശാസ്ത്രീയമായ കാന നിർമ്മാണവും കാനയിലെ ചെളി വാരാത്തതുമാണ് ഈ വീടുകളിൽ വെള്ളം കയറാനുള്ള കാരണമെന്നാണ് അവിടുത്തെ വീട്ടുകാരൊക്കെ പറയുന്നത്. അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള വെള്ളമാണ് കാണുന്നത്. നമുക്ക് തന്നെ ദുരിതം തോന്നാണ്. ആ കുഞ്ഞുമക്കൾ അവിടെ താമസിക്കുന്നുണ്ടല്ലോ. എന്തെല്ലാം രോഗങ്ങളാണ് ഇപ്പോൾ മഴക്കാല ശുചീകരണ രോഗങ്ങൾ എന്തോരം വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് ഹെൽത്ത് സെൻറ്റർ. ആ ഹെൽത്ത് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ വരെ കാനയിൽ വരെ വെള്ളം. അവിടെ കൊതുക് മുട്ടയിട്ട് പെരുകാണ്. ഹെൽത്ത് സെൻറ്ററിൻ്റെ റൂട്ടിലെ കാനയുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നതാണ്. അതിനൊന്നും ഇതുവരെ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. റോട്ടിലെ വെള്ളം പോയി എന്നല്ലാതെ കാനയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഒഴുകി പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഈ എളൂർക്കവല ജംഗ്ഷൻ്റെ പ്രത്യേകത. എല്ലാവരും അധികാരികളൊന്നും ശ്രദ്ധിക്കുന്നത്. കാന ക്ലീൻ ചെയ്ത് ഒരു മോട്ടർ വാടകയ്ക്ക് എടുത്തു കൊണ്ടുവന്ന് സ്വന്തം പറമ്പിലെ വന്നേക്കുന്ന വെള്ളം മുഴുവനും മെയിൻ റോഡ്, അത് എളൂര് പുളിയന റോഡിൻ്റെ സൈഡിലെ കാനയിലേക്ക് അടിച്ച് കളയുന്ന ദൃശ്യമാണ് കാണുന്നത്. അപ്പോൾ എന്തുമാത്രം അവർ എഫർട്ട് എടുക്കുന്നുണ്ടെന്ന് ആലോചിച്ചേക്കുക. കുഞ്ഞു കൊച്ചിന് ഒന്ന് ആഹാരം പാചകം ചെയ്ത് കൊടുക്കാൻ അധികാരികളൊന്ന് കണ്ണു തുറക്കൂ.